പ്രിയരെ നമസ്കാരം. അഗ്നിപുരാണത്തിൻ്റെ 5-ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അഗ്നിപുരാണത്തിൻ്റെ 8-ാം അധ്യായത്തിൽ ധനുർവേദത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ധനുർവേദത്തെക്കുറിച്ചുള്ള വിഭാഗം ആയുധങ്ങളുമായും പ്രതിരോധവുമായും ബന്ധപ്പെട്ടതാണ്. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന 5 തരം ആയുധങ്ങളുണ്ട്. ആദ്യത്തെ വിഭാഗം യന്ത്രമുക്ത ആയുധങ്ങളാണ്. ഒരു യന്ത്രത്തിനാൽ പുറത്തുവിടുന്നവ. ഒരു യന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ഷേപകമോ വില്ലോ ആവാം. രണ്ടാമത്തെ വിഭാഗം പാണിമുക്ത ആയുധങ്ങളാണ്, അതായത് കൈകൊണ്ട് എറിയുന്ന ആയുധങ്ങൾ. ഉദാഹരണത്തിന് കുന്തങ്ങളെയും കല്ലുകളെയും കണക്കാക്കാം. മൂന്നാമത്തെ വിഭാഗം മുക്തസന്ധരിത എന്നറിയപ്പെടുന്നു. എറിയാനും പിൻവലിക്കാനും കഴിയുന്ന ആയുധങ്ങളാണിവ. നാലാമത്തെ വിഭാഗത്തിൽ വാളുകൾ പോലുള്ള ആയുധങ്ങൾ ഉൾപ്പെടുന്നു. യുദ്ധസമയത്ത് കയ്യിൽ നിന്ന് ഒരിക്കലും ഉപേക്ഷിക്കാത്ത ആയുധങ്ങളാണിവ. അവ അമുക്ത ആയുധങ്ങൾ എന്നറിയപ്പെടുന്നു. അവസാനത്തെ വിഭാഗത്തിലുള്ള ആയുധങ്ങളിൽ മൃഗീയമായ ബലവും ശക്തിയും ഉൾപ്പെടുന്നു. ഗുസ്തിയുടെ മത്സരങ്ങളിൽ ഇത് ഉപയോഗപ്രദമാണ്. ഏറ്റവും മികച്ച പോരാട്ട രീതി വില്ലും അമ്പും ഉപയോഗിച്ചുള്ളതാകുന്നു. അടുത്തതായി കുന്തപ്രയോഗവും തുടർന്ന് വാളുകൾ ഉപയോഗിച്ചുള്ള പോരാട്ടവുമാണ്. പോരാട്ടങ്ങളിലെ ഏറ്റവും മോശം രീതിയാണ് ഗുസ്തി. ലക്ഷ്യമിടുന്നതിന് മുൻപ് വില്ല് അഥവാ ധനുഷ് ഭൂമിയിലേക്ക് ചൂണ്ടുന്ന രീതിയിൽ പിടിക്കണം. അമ്പ് അഥവാ ബാണം വില്ലിന് നേരെ പിടിക്കണം. അപ്പോൾ വില്ലുയർത്തി വില്ലിൻ്റെ താഴെ അറ്റം വില്ലാളിയുടെ പൊക്കിളിന് അനുപാതമായി പിടിക്കണം. ആവനാഴി പിന്നിലായിരിക്കണം. അമ്പ് തൊടുക്കുന്നതിന് മുൻപ് ഇടത് കൈയും വലതു കൈകളുടെ വിരലുകളും ഉപയോഗിച്ച് വില്ല് മുറുകെ പിടിക്കണം. വില്ലിൻ്റെ ഞാണിൽ അമ്പ് കൊരുത്ത് പിന്നിലേക്ക് വലിച്ച് വില്ലാളിയുടെ ചെവിയുടെയും വലത് കണ്ണിൻ്റെയും ഇടയിൽ കൊണ്ടുവരണം. അമ്പെയ്ത്ത് നടത്തുമ്പോൾ ശരീരം വളയരുത്, ആവേശഭരിതനാകരുത്. വില്ലാളി ഒരു തൂൺ പോലെ നിശ്ചലനായിരിക്കണം. ലക്ഷ്യം ഇടതു മുഷ്ടിയുമായി യോജിക്കണം. വില്ലാളിയുടെ സ്ഥാനം ഒരു ത്രികോണത്തിൻ്റേതുപോലെ ആയിരിക്കണം. വില്ലിൻ്റെ ഞാൺ വലത് ചെവി വരെ പിന്നിലേക്ക് വലിക്കുന്നതാണ് ഉത്തമം. മറ്റൊരു ആയുധമായ ഒരു കുരുക്ക് അഥവാ പാശം 10 കൈകളുടെ നീളമുള്ളതാണ്. ഈ ആയുധത്തിൻ്റെ 2 അറ്റങ്ങളും വൃത്താകൃതിയിലുള്ളതാകുന്നു. ആയുധത്തിൻ്റെ പ്രധാന ഭാഗം കയറുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുരുക്ക് പിടിക്കാൻ 11 വ്യത്യസ്ത വഴികളുണ്ട്. എല്ലായ്പ്പോഴും കുരുക്ക് വലത് കൈകൊണ്ടാണ് എറിയേണ്ടത്. ഒരു വാൾ അഥവാ അസി അരയുടെ ഇടതുവശത്ത് തൂങ്ങിക്കിടക്കണം. വാൾ പുറത്തെടുക്കുമ്പോൾ കവചം ഇടത് കൈയിൽ പിടിച്ച് വലത് കൈകൊണ്ടാണത് ചെയ്യേണ്ടത്. ഒരു വാളും പരിചയും പിടിക്കാൻ 32 വ്യത്യസ്ത വഴികളുണ്ട്. അഗ്നിപുരാണത്തിൻ്റെ 8-ാം അധ്യായത്തിലെ 2-ാം വിഭാഗത്തിൽ സ്വത്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ കടങ്ങൾക്ക് എന്തു സംഭവിക്കും? ആൺമക്കളില്ലെങ്കിൽ സ്വത്തിൻ്റെ അവകാശിയാവുന്ന വ്യക്തി കടങ്ങൾ വീട്ടേണ്ടി വരും. ഒരു മകനുണ്ടെങ്കിൽ ആ മകൻ കടം വീട്ടണം. എന്നാൽ ഭർത്താവോ മകനോ ഉണ്ടാക്കിയ കടങ്ങൾക്ക് ഒരു സ്ത്രീ ഉത്തരവാദി ആകരുത്. ഭാര്യയോ മകനോ ഉണ്ടാക്കിയ കടങ്ങൾക്ക് പുരുഷനും ഉത്തരവാദിയല്ല. ഒരു ഭർത്താവും ഭാര്യയും സംയുക്തമായി ഒരു കടം കരാർ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് അപവാദം. കരാർ ചെയ്ത കടത്തിന് സാക്ഷികളില്ലെങ്കിലും യഥാർത്ഥത്തിൽ കരാർ ചെയ്തതാണെന്ന് രാജാവിന് തോന്നുന്നുവെങ്കിൽ 64 ദിവസത്തിനുള്ളിൽ കടം തിരിച്ചടയ്ക്കുവാനുള്ള ക്രമീകരണം രാജാവ് ചെയ്യണം. ഒരു തർക്കമുണ്ടായാൽ കള്ളക്കേസ് നൽകുന്ന വ്യക്തിയെ രാജാവ് ശിക്ഷിക്കും. കള്ളക്കേസ് നൽകുന്നയാൾക്ക് നൽകുന്ന ശിക്ഷയുടെ ഇരട്ടി കള്ളസാക്ഷിക്ക് നൽകും. കള്ളസാക്ഷ്യം നൽകുന്ന ബ്രാഹ്മണനെ രാജ്യത്തു നിന്നും പുറത്താക്കും. സാക്ഷിയാകുവാൻ സമ്മതിക്കുകയും പിന്നീട് പിന്മാറുകയും ചെയ്യുന്ന വ്യക്തിക്ക് കള്ളക്കേസ് നൽകുന്നയാളുടെ ശിക്ഷയുടെ 8 മടങ്ങ് ലഭിക്കും. അപ്രകാരം ചെയ്യുന്ന ബ്രാഹ്മണനെയും രാജ്യത്തു നിന്ന് പുറത്താക്കും. കരാറിൽ ഏർപ്പെട്ട ഒരു കടത്തിൻ്റെ വിശദാംശങ്ങൾ 2 കക്ഷികളുടെയും സാക്ഷികളുടെയും പേരുവിവരങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് എഴുതി വയ്ക്കുന്നതാണ് നല്ലത്. കടക്കാരൻ തവണയായി തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അത്തരം എല്ലാ പണമടയ്ക്കലുകളുടെയും വിശദാംശങ്ങൾ രേഖാമൂലമുള്ള രേഖയിൽ രേഖപ്പെടുത്തണം. സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന കടങ്ങളും സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തന്നെ തിരിച്ചടയ്ക്കണം. ഒരു സാക്ഷി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നാൽ സാക്ഷിയുടെ തലയിൽ പഞ്ഞി, തീ, വെള്ളം അല്ലെങ്കിൽ വിഷം എന്നിവ വെച്ചതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യണം. തീയോ വെള്ളമോ ഉപയോഗിച്ച് ഒരാൾ കള്ളം പറയുകയാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയും. തീ ഉപയോഗിക്കുന്ന പക്ഷം പ്രതിയുടെ കയ്യിൽ 7 ആലിലകൾ വയ്ക്കുന്നു. അതോടൊപ്പം ഒരു ചുവന്ന് പഴുത്ത ഇരുമ്പ് കട്ടയും അതിനു മുകളിൽ വയ്ക്കുന്നു. പ്രതി 7 തവണ തീയെ വലം വയ്ക്കണം. കൈ പൊള്ളിയിട്ടില്ലെന്ന് കണ്ടെത്തിയാൽ ആ വ്യക്തി സത്യം പറയുകയായിരുന്നു. കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അയാൾ കള്ളം പറയുകയായിരുന്നു. അതുപോലെ കുറ്റാരോപിതനായ ഒരാളെ വെള്ളത്തിൽ മുക്കാവുന്നതാണ്. അയാൾ മുങ്ങി മരിച്ചില്ലെങ്കിൽ അയാൾ സത്യം പറയുകയായിരുന്നു. അല്ലെങ്കിൽ പ്രതിയെ വിഷം കുടിപ്പിക്കാവുന്നതാണ്. വിഷം അയാൾക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ സത്യസന്ധനാണ്. പിതാവ് ഒരു വിൽപത്രം എഴുതുകയാണെങ്കിൽ സ്വത്ത് പുത്രന്മാർക്കിടയിൽ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് വിഭജിക്കപ്പെടും. എന്നാൽ എല്ലാ ആൺമക്കൾക്കും സ്വത്തിൽ തുല്യവിഹിതം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും തുല്യവിഹിതം നൽകണം.
അല്ലാത്ത പക്ഷം പിതാവിന് തൻ്റെ എല്ലാ സ്വത്തുക്കളും മൂത്ത മകന് വിട്ടുകൊടുക്കാം. മുത്തച്ഛൻ ഉപേക്ഷിച്ചു പോയ ഏതൊരു സ്വത്തിലോ കടത്തിലോ ആൺമക്കൾക്കും പിതാവിനും തുല്യവിഹിതം ലഭിക്കും. എന്നാൽ മുത്തച്ഛൻ ഉപേക്ഷിച്ചിട്ടില്ലാത്തതും പിതാവ് സമ്പാദിച്ചതുമായ ഏതെങ്കിലും സ്വത്തിൽ ആൺമക്കൾക്ക് അവകാശമില്ല. സ്വത്ത് വിഭജിച്ചതിന് ശേഷം ഒരു മകൻ ജനിക്കുകയാണെങ്കിൽ മുത്തച്ഛൻ ഉപേക്ഷിച്ചു പോയ ഏതൊരു സ്വത്തിലും അവനും തുല്യവിഹിതത്തിന് അർഹതയുണ്ടായിരിക്കും. പെൺമക്കൾക്ക് സ്വത്തിൽ അവകാശമില്ല. എന്നാൽ വിവാഹിതരായ ആൺമക്കൾ അവരുടെ പാരമ്പര്യ സ്വത്തിന്റെ 4/1 അവരുടെ സഹോദരിമാരെ വിവാഹം കഴിപ്പിക്കാൻ ഉപയോഗിക്കും. അഗ്നിപുരാണം 8-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിൽ പുരാണങ്ങൾക്കൊപ്പം ദാനം ചെയ്യലിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പശുക്കളെ ദാനം ചെയ്യുന്നതിൻ്റെ കൂടെ പുരാണങ്ങളും ദാനം ചെയ്യണം. മഹാപുരാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓരോന്നിനും ഉള്ള ശ്ലോകങ്ങളുടെ, അതായത് ഈരടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിപുരാണം അവയുടെ ദൈർഘ്യത്തിന്റെ ഭൂരിഭാഗവും പരാമർശിക്കുന്നു. അതിനാൽ അവ മഹത്തരമായി കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മപുരാണത്തിൽ 25,000-ഉം പത്മപുരാണത്തിൽ 12,000-ഉം വിഷ്ണു പുരാണത്തിൽ 13,000-ഉം വായുപുരാണത്തിൽ 14,000-ഉം ഭാഗവത പുരാണത്തിൽ 18,000-ഉം നാരദ പുരാണത്തിൽ 25,000-ഉം മാർക്കണ്ഡേയ പുരാണത്തിൽ 9,000-ഉം അഗ്നിപുരാണം 12,000-ഉം ബ്രഹ്മവൈവർത്ത പുരാണം 18,000-ഉം ലിംഗപുരാണം 11,000-ഉം വരാഹപുരാണം 14,000-ഉം സ്കന്ദപുരാണം 84,000-ഉം വാമനപുരാണം 14,000-ഉം കൂർമ്മപുരാണം 8,000-ഉം മത്സ്യപുരാണം 13,000-ഉം ഗരുഡപുരാണം 8,000-ഉം ബ്രഹ്മാണ്ഡ പുരാണം 12,000 ശ്ലോകങ്ങൾ അഥവാ ഈരടികൾ അടങ്ങിയവയാണ്. ഇപ്പറഞ്ഞ പട്ടികയിൽ നിന്ന് വിട്ടുപോയ ഒരേയൊരു മഹാപുരാണം ഭവിഷ്യപുരാണം മാത്രമാണ്. പുരാണങ്ങളുടെ വ്യാപ്തി എത്രയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി ബോധ്യമായി. സ്കന്ദപുരാണം ഏറ്റവും വലുതും കൂർമ്മപുരാണവും ഗരുഡപുരാണവും ഏറ്റവും ചെറുതുമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അഗ്നിപുരാണം യഥാർത്ഥത്തിൽ 55,000 ഈരടികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ 12,000 അല്ല. വരാഹപുരാണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്, 14,000 അല്ല. എന്നാൽ പോലും വിവിധ പുരാണങ്ങളുടെ ദൈർഘ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയെങ്കിലും ലഭിക്കും. ബ്രഹ്മപുരാണം വൈശാഖമാസം അതായത് കന്നിമാസത്തിലും, പത്മപുരാണം ജ്യേഷ്ഠമാസം അതായത് തുലാമാസത്തിലും, വിഷ്ണുപുരാണം ആഷാഢമാസം അതായത് കുംഭമാസത്തിലും, വായുപുരാണം ശ്രാവണമാസം അതായത് മീനമാസത്തിലും, ഭാഗവതപുരാണം ഭദ്രപാദമാസം അതായത് മേടമാസത്തിലും, നാരദപുരാണം അശ്വിനമാസം അതായത് വൃശ്ചിക മാസത്തിലും, മാർക്കണ്ഡേയ പുരാണം കാർത്തിക മാസം അതായത് ധനുമാസത്തിലും, അഗ്നിപുരാണം മാർഗശീർഷമാസം അതായത് മകരമാസത്തിലും, ഭവിഷ്യപുരാണം പൗഷമാസം അതായത് ഇടവമാസത്തിലും ദാനം ചെയ്യണം. ബ്രഹ്മവൈവർത്ത പുരാണം മാഘമാസം അഥവാ മിഥുനമാസത്തിലും, ലിംഗപുരാണം ഫൽഗുനമാസം അതായത് കർക്കിടക മാസത്തിലും, വരാഹപുരാണം ചൈത്രമാസം അതായത് ചിങ്ങമാസത്തിലുമാണ് ദാനം ചെയ്യേണ്ടത്. സ്കന്ദപുരാണം ബ്രാഹ്മണർക്ക് നൽകണം. വാമനപുരാണം ശരത്കാലത്ത് നൽകണം. കൂർമ്മപുരാണം ഒരു സ്വർണ്ണ കലശത്തോടൊപ്പം നൽകണം. മത്സ്യപുരാണം ഒരു സ്വർണ്ണ ഹംസത്തോടൊപ്പം ദാനം ചെയ്യണം. ബ്രഹ്മാണ്ഡ പുരാണവും ബ്രാഹ്മണർക്ക് ദാനം നൽകുവാനുള്ളതാണ്. പുരാണങ്ങൾ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ ലഭിക്കും. പാരായണം ചെയ്യുന്നയാൾക്ക് ദാനം നൽകണം. പാരായണം ചെയ്യുന്ന സമയത്ത് ബ്രാഹ്മണർക്ക് പശുക്കൾ, അരി, ഭൂമി എന്നിവ നൽകണം. പുരാണങ്ങൾ പാരായണം ചെയ്യാൻ ഒരാൾ ഒരുങ്ങിയാൽ അയാൾ ദീർഘായുസ്സോടെ ജീവിക്കുകയും ആരോഗ്യത്തോടെ ഇരിക്കുകയും സ്വർഗം നേടുകയും ചെയ്യും. അഗ്നിപുരാണത്തിന്റെ 8-ാം അധ്യായത്തിൽ തുടർന്നുള്ള 4-ാം വിഭാഗത്തിൽ വംശങ്ങൾ അതായത് രാജവംശങ്ങളെക്കുറിച്ചാണ് നമ്മെ ബോധിപ്പിക്കുന്നത്. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത്. ബ്രഹ്മാവിന്റെ മകൻ മരീചി, മരീചിയുടെ മകൻ കശ്യപൻ, കശ്യപന്റെ മകനായി വിവസ്വാൻ എന്നിവർ ജനിച്ചു. ഈ പരമ്പരയുടെ ഭാഗമാണ് പുരൂരവൻ. പുരൂരവന്റെ പിൻഗാമികൾ സൂര്യവംശജർ അതായത് സൗരരാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു. ബ്രഹ്മാവിന് അത്രി എന്നൊരു പുത്രനും അത്രിക്ക് സോമൻ എന്നൊരു പുത്രനും ജനിച്ചു. സോമൻ ഒരു രാജസൂയ യജ്ഞം അതായത് രാജകീയ യാഗം നടത്തി. യാഗം നടത്തിയ സോമൻ എല്ലാ ലോകങ്ങളുടെയും അധിപനായി തീർന്നു. അത് അദ്ദേഹത്തെ വളരെയധികം അഹങ്കാരിയാക്കി. ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി മഹർഷിയുടെ ഭാര്യയായ താരയെ അദ്ദേഹം തട്ടിക്കൊണ്ടുപോയി. ഇത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഭയങ്കരമായ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു. ഒടുവിൽ സോമൻ താരയെ ബൃഹസ്പതിയുടെ അടുക്കൽ തിരികെ കൊണ്ടുവന്നു വിട്ടു. എന്നാൽ അതിനിടെ സോമനും താരയ്ക്കും ബുധൻ എന്നൊരു പുത്രൻ ജനിച്ചു. ബുധനിൽ നിന്നുമാണ് ചന്ദ്രരാജവംശത്തിലെ രാജാക്കന്മാർ ഉണ്ടായത്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ 12 പ്രധാന യുദ്ധങ്ങൾ നടന്നു. ഇതിൽ ആദ്യത്തേത് നരസിംഹ യുദ്ധം എന്നറിയപ്പെടുന്നു. ഹിരണ്യകശിപു അസുരന്മാരുടെ രാജാവായിരുന്നപ്പോഴാണ് ഈ യുദ്ധം നടന്നത്. വിഷ്ണു നരസിംഹ രൂപം സ്വീകരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചു. തുടർന്ന് പ്രഹ്ലാദനെ അസുരവംശത്തിന്റെ രാജാവാക്കി. 2-ാമത്തെ യുദ്ധം വാമന യുദ്ധമായിരുന്നു. അത് ബലി അസുരന്മാരുടെ രാജാവായിരുന്നപ്പോഴാണ് സംഭവിച്ചത്. അസുരന്മാരെ കീഴടക്കാൻ വിഷ്ണു ഒരു വാമനന്റെ അതായത് കുള്ളന്റെ രൂപം സ്വീകരിച്ചു. 3-ാമത്തെ യുദ്ധം വരാഹയുദ്ധമായിരുന്നു. ഹിരണ്യകശിപുവിന്റെ സഹോദരനായ ഹിരണ്യാക്ഷൻ അസുരന്മാരുടെ രാജാവായിരുന്നപ്പോഴാണത് സംഭവിച്ചത്. വിഷ്ണു ഒരു കാട്ടുപന്നിയുടെ അതായത് ഒരു വരാഹത്തിന്റെ രൂപം സ്വീകരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചു.
നാലാമത്തെ യുദ്ധം അമൃതമഥന യുദ്ധമായിരുന്നു. ഇത് അമൃതിനു വേണ്ടിയുള്ള സമുദ്രത്തിലെ മഥനം, അതായത് കടച്ചിലുമായി ബന്ധപ്പെട്ട് നടന്നു. താരയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള അഞ്ചാമത്തെ യുദ്ധം നടന്നു. ഇത് താരകാമായ യുദ്ധം എന്നറിയപ്പെട്ടു. ആറാമത്തെ യുദ്ധം അജീവിക എന്നറിയപ്പെട്ടു. ത്രിപുരയെ അസുരന്മാർ നയിച്ചപ്പോൾ ഏഴാമത്തെ യുദ്ധം നടന്നു. ഇത് ത്രിപുരഘടനാ യുദ്ധം എന്നറിയപ്പെട്ടു. ഈ യുദ്ധത്തിൽ ത്രിപുര എന്നറിയപ്പെടുന്ന അസുരന്മാരെ കൊന്നത് ശിവനായിരുന്നു. എട്ടാമത്തെ യുദ്ധം അന്തക യുദ്ധമാണ്. അന്തകൻ അസുരന്മാരെ നയിച്ചപ്പോൾ നടന്ന യുദ്ധമാണിത്. ശിവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുവാനുള്ള ആഗ്രഹം അന്തകൻ പ്രകടിപ്പിച്ചപ്പോൾ അന്തകനെ നിഗ്രഹിക്കുവാൻ പദ്ധതിയിട്ടത് വിഷ്ണുവാണ്. ഒൻപതാം യുദ്ധം വൃത്രസംഹാരം എന്നറിയപ്പെട്ടു. വൃത്രൻ അസുരന്മാരെ നയിച്ചിരുന്ന സന്ദർഭത്തിൽ നടന്ന യുദ്ധമാണിത്. പത്താമത്തെ യുദ്ധം ജിത എന്നറിയപ്പെട്ടു. ഈ യുദ്ധത്തിൽ വിഷ്ണു ശാൽവനെയടക്കം മറ്റ് നിരവധി അസുരന്മാരെയും പരശുരാമൻ ദുഷ്ടക്ഷത്രിയരെയും കൊന്നു. 11ാമത്തെ യുദ്ധം ഹലാഹലം എന്നറിയപ്പെട്ടു. ഹലാഹലം അതായത് വിഷം എന്ന അസുരൻ ശിവന്റെ ശരീരത്തിൽ അതിക്രമിച്ചു കയറി വിഷം നിറച്ചു. എന്നാൽ വിഷ്ണുവിന് ആ രാക്ഷസനെ നശിപ്പിക്കാൻ കഴിഞ്ഞു. കോലാഹലം എന്നറിയപ്പെടുന്ന 12ാം യുദ്ധത്തിൽ വിഷ്ണു കോലാഹലം അതായത് കലഹം എന്ന അസുരനെ നശിപ്പിച്ചു. അഗ്നിപുരാണത്തിൻ്റെ 8ാം അധ്യായത്തിലെ 5ാം വിഭാഗത്തിൽ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദേവന്മാരുടെ വൈദ്യനായിരുന്ന ധന്വന്തരി അദ്ദേഹം സുശ്രുതന് ആയുർവേദം അതായത് വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു. സുശ്രുത മഹർഷി പഠിച്ച കാര്യങ്ങൾ അതായത് വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സ അഗ്നിപുരാണം വിവരിക്കുന്നു. മനുഷ്യരോഗങ്ങളുടെ ചികിത്സ എന്ന് മാത്രമല്ല അതിനർത്ഥം. വൃക്ഷ ആയുർവേദം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഏതൊക്കെ മരങ്ങൾ എവിടെ നടണം എന്ന് വിവരിക്കുന്നു. ഒരു പൂന്തോട്ടം എങ്ങനെ നിർമ്മിക്കണമെന്നും പരിപാലിക്കണമെന്നും ഇത് വിവരിക്കുന്നു. ആന, കുതിര, കന്നുകാലികൾ എന്നിവയുടെ ചികിത്സയെക്കുറിച്ചും വൈദ്യശാസ്ത്ര അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. സർപ്പവിഷത്തിന് പരിഹാരമായ മന്ത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ്. 8ാം അധ്യായത്തിലെ 6ാം വിഭാഗത്തിൽ സാഹിത്യവും വ്യാകരണവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കവിതയിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം ഛന്ദ അതായത് അളവുകൾ ഇത് വിവരിക്കുന്നു. അടുത്തതായി അക്ഷരമാലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അക്ഷരമാലയിൽ 64 അക്ഷരങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങളുണ്ട്. അതിൽ 21 സ്വരാക്ഷരങ്ങളുണ്ട്, അതായത് സ്വരവർണ്ണങ്ങൾ. അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കഴിയുന്ന 3 സ്വരങ്ങളുണ്ട്. അവയുടെ പേരുകൾ ഉദാത്തം, അനുദാത്തം, സ്വരിത എന്നിവയാണ്. അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കഴിയുന്ന 8 സ്ഥലങ്ങളുമുണ്ട്. നെഞ്ച്, തൊണ്ട, തല, നാവിൻ്റെ പിൻഭാഗം, പല്ലുകൾ, മൂക്ക്, ചുണ്ടുകൾ, അണ്ണാക്ക് എന്നിവയാണവ. ഉച്ചാരണങ്ങൾ വ്യക്തവും കേൾക്കാവുന്നതുമായിരിക്കണം. അവ മൂക്കിലൂടെയോ പിറുപിറുക്കലിലൂടെയോ ആയിരിക്കരുത്. തുടർന്ന് അഗ്നിപുരാണം കവിതകളിലും നാടകങ്ങളിലും ഉപയോഗിക്കുന്ന അലങ്കാരങ്ങളെ അതായത് വാചാടോപങ്ങളെ ചർച്ച ചെയ്യുന്നു. കവിത ശാസ്ത്രങ്ങളിൽ നിന്നും അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇതിഹാസത്തിൽ നിന്നും അതായത് ചരിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പുണ്യഗ്രന്ഥങ്ങൾ വാക്കുകളാൽ നിറഞ്ഞിരിക്കുന്നു. ചരിത്ര ഗ്രന്ഥങ്ങൾ സംഭവിച്ച സംഭവങ്ങളുടെ വിവരണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ കവിത രൂപവൽക്കരിക്കുക അങ്ങനെയല്ല. ഈ ഭൂമിയിൽ യഥാർത്ഥ പുരുഷന്മാരെ കണ്ടെത്തുക പ്രയാസമാണ്. ഈ യഥാർത്ഥ പുരുഷന്മാരിൽ പണ്ഡിതരായ പുരുഷന്മാരെ കണ്ടെത്തുക അതിലും പ്രയാസമാണ്. പണ്ഡിതരായ പുരുഷന്മാരിൽ കാവ്യബോധമുള്ള ചിലരെ കണ്ടെത്തുക എളുപ്പമല്ല. കാവ്യബോധമുള്ളവരിൽ കവിത രചിക്കാൻ കഴിയുന്ന ചുരുക്കം ചിലരെ കണ്ടെത്തുവാനും പ്രയാസമാകുന്നു. കവിതയുടെ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത കവിതകൾ അസാധ്യമാകുന്നു. അതിലുപരിയാണ് വികാരബോധമില്ലാതെ കവിത രചിക്കുന്നത്. സംസ്കൃതം ദേവന്മാരുടെ ഭാഷയാണ്. മനുഷ്യരുടെ ഭാഷ പ്രാകൃതമാകുന്നു. കവിത സംസ്കൃതത്തിലോ പ്രാകൃതത്തിലോ ആകാം. കവിത 3 തരത്തിലുണ്ട്. ഇവ ഗദ്യം അതായത് സാധാരണ ഭാഷ, പദ്യം അതായത് കവിത, മിശ്രിതം അതായത് ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും മിശ്രിതം എന്നിവയാണ്. എന്നാലും യഥാർത്ഥ കവിത പദ്യം മാത്രമാണ്. ഗദ്യം 3 തരത്തിലാകാം. ചൂർണം, ഉത്കലിക, വൃത്തഗന്ധി എന്നിങ്ങനെയാണവ. ചൂർണക ഗദ്യം കാതുകൾക്ക് എളുപ്പമാണ്. വളരെ കുറച്ച് സംയുക്ത പദങ്ങൾ മാത്രമേയുള്ളൂ. ഉത്കലിക ഗദ്യം കാതുകൾക്ക് കഠിനമാണ്. സംയുക്ത പദങ്ങൾ നിറഞ്ഞതാണവ. ചൂർണകത്തിനും ഉത്കലികയ്ക്കും ഇടയിലുള്ള ഒരു ഗദ്യമാണ് വൃത്തഗന്ധി ഗദ്യം. ഒരു ഇതിഹാസത്തെ എല്ലായ്പ്പോഴും ഭാഗങ്ങളായി അതായത് സർഗങ്ങളായി വിഭജിക്കണം. സംസ്കൃതത്തിൽ തന്നെ എഴുതണം. എന്നാൽ പോലും സംസ്കൃത പദങ്ങളും പ്രാകൃത പദങ്ങളും കലർത്തി എഴുതുന്നത് അനുവദനീയമാണ്. ഒരു ഇതിഹാസത്തിൻ്റെ പ്രമേയം എപ്പോഴും നല്ലതായിരിക്കണം. രചയിതാവിന് താല്പര്യമുണ്ടെങ്കിൽ ചരിത്രപരമായ ഘടനകൾ അതിൽ അവതരിപ്പിക്കാവുന്നതാണ്. രസങ്ങളുടെ അതായത് ഭാവങ്ങളുടെ സുഗന്ധമില്ലാതെ സാഹിത്യം ഉപയോഗശൂന്യമാകുന്നു. ഭാവങ്ങളിൽ 9 വികാരങ്ങളാണ് ഉപയോഗിക്കുന്നത്.
ആദ്യത്തേത് ഹാസ്യരസം അഥവാ നർമ്മം, രണ്ടാമത്തേത് കരുണരസമാണ്, അതായത് ആർദ്രഭാവം, മൂന്നാമത്തേത് രൗദ്രരസമാണ്, അതായത് കോപം ഉണർത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായത്, നാലാമത്തേത് വീരരസമാണ്, അതായത് വീരോചിതമായ പ്രമേയങ്ങൾ, അഞ്ചാമത്തേത് ഭയാനകമായ രസമാണ്, അതായത് ഭയവും വിദ്വേഷവും, ആറാമത്തേത് ബീഭത്സരസമാണ്, അതായത് അശ്ലീലവും അശ്ലീലമായ വിഷയങ്ങളും, ഏഴാമത്തേത് അത്ഭുതരസമാണ്, അതായത് വിചിത്രമായത്, എട്ടാമത്തേത് ശാന്തരസമാണ്, അതായത് സമാധാനം, ഒൻപതാമത്തേത് ശൃംഗാരരസമാണ്, അതായത് കാമവികാരങ്ങൾ നിറഞ്ഞ വിഷയങ്ങൾ. എന്നാൽ വികാരങ്ങളെ വികാരത്തോടെ ഉപയോഗിക്കണം. വികാരമില്ലാത്ത എല്ലാ സാഹിത്യവും ശരാശരിയായി മാറുന്നു. പ്രത്യേകിച്ച് ഒരു നാടകത്തിൽ വികാരങ്ങളെ കഴിവുകൾ കൊണ്ട് പൂരകമാക്കണം. ഈ കഴിവുകൾ സാധാരണയായി സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയിൽ 64 കഴിവുകളുണ്ട്. പാട്ട്, സംഗീതോപകരണങ്ങൾ വായിക്കൽ, നൃത്തം, അഭിനയം, ചിത്രരചന, മാലകൾ ഉണ്ടാക്കൽ, തയ്യൽ, കേശാലങ്കാരം, ജാലവിദ്യ ഉപയോഗിക്കൽ എന്നിവയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. സന്ധി, സമസ എന്നിവയുടെ വ്യാകരണ നിയമങ്ങൾ, അതായത് സങ്കീർണ പദങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള നിയമങ്ങൾ അടുത്തതായി ഈ വിഭാഗത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം സന്ധിയിൽ ചേരുന്ന 2 പദങ്ങൾ അവയുടെ യഥാർത്ഥ അർത്ഥങ്ങൾ സംയുക്ത പദത്തിൽ നിലനിർത്തുന്നു എന്നതാണ്. സമസത്തിന്റെ കാര്യം വ്യത്യസ്തമാണ്. 2 വർണ്ണങ്ങൾ അഥവാ അക്ഷരങ്ങൾ കൂടുമ്പോഴാണ് സന്ധി സംഭവിക്കുന്നത്. 2ഓ അതിലധികമോ പദങ്ങളെ ഒന്നാക്കി മാറ്റുന്നതോ സംഗ്രഹിക്കുന്നതോ ആണ് സമസ. സന്ധി പുതിയ പദമൊന്നും സൃഷ്ടിക്കുന്നില്ല. സമസ എന്നത് മൂന്നാമത്തെ പദത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. അതായത് ഏതെങ്കിലും പദവുമായി ബന്ധപ്പെട്ടതും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെ സൂചിപ്പിക്കുന്നതുമാണത്. സന്ധി എന്ന രീതിയിൽ സംയോജിപ്പിച്ച പീത അഥവാ മഞ്ഞയും അംബരം അഥവാ വസ്ത്രവും പീതാംബരം എന്ന് ഉച്ചരിക്കപ്പെടുന്നു. മഞ്ഞ നിറമുള്ള വസ്ത്രം എന്നാണതിനാൽ അർത്ഥമാക്കുന്നത്. സമസത്തിലൂടെ സംയോജിപ്പിച്ച അതേ 2 പദങ്ങൾ പീതാംബരം എന്ന മൂന്നാമത്തെ പദത്തിന് കാരണമാകുന്നു. അതായത് മഞ്ഞ വസ്ത്രം ധരിച്ചവൻ അല്ലെങ്കിൽ കൃഷ്ണൻ. വചനത്തെയും വിഭക്തിയെയും ആശ്രയിച്ച് പദങ്ങളുടെ നിരവധി വിഭജനങ്ങൾ സാധ്യമാണ്. വചനം എന്നത് സംഖ്യയെ സൂചിപ്പിക്കുന്നു. ഏകവചനം എന്നത് ഒന്നേ ഉള്ളൂ. 2 എണ്ണം ഉള്ളപ്പോൾ ദ്വിവചനം എന്നും 2 എണ്ണത്തിൽ കൂടുതലുള്ളപ്പോൾ ബഹുവചനം എന്നും പറയുന്നു. 3 ലിംഗങ്ങളുണ്ട്. പുല്ലിംഗം അഥവാ പുരുഷലിംഗം, സ്ത്രീലിംഗം അഥവാ സ്ത്രീലിംഗം തന്നെ, ക്ലിവലിംഗം അഥവാ നപുംസകലിംഗം. ഉദാഹരണത്തിന് ദേവൻ, അസുരൻ, വിഷ്ണു ഇവ ലിംഗത്തിൽ പുരുഷലിംഗമാണ്. ദേവി, കലിക അല്ലെങ്കിൽ മായ എന്നിവ സ്ത്രീലിംഗമാണ്. പുഷ്പം അതായത് പൂക്കൾ, ഫലം അതായത് പഴങ്ങൾ എന്നിവ നപുംസകമാണ്. 6 കാരകങ്ങളും അതായത് സാഹചര്യങ്ങളും 7 വിഭക്തികളും അതായത് സാഹചര്യങ്ങളുടെ അവസാനവുമുണ്ട്. ക്രിയ അഥവാ കൃതി സൂചിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന പ്രതിസന്ധി കർത്തൃ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളാണ്. കർത്തൃകാരക അല്ലെങ്കിൽ നാമമാത്രമായ സാഹചര്യത്തിനോട് പ്രഥമ വിഭക്തി അല്ലെങ്കിൽ ആദ്യ സാഹചര്യ അവസാനം ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രവർത്തനത്തിന്റെ ലക്ഷ്യം കർമ്മമാണ്. കർമ്മകാരക അല്ലെങ്കിൽ വസ്തുനിഷ്ഠ സാഹചര്യത്തോട് രണ്ടാമത്തെ അതായത് ദ്വിതീയ സാഹചര്യാവസാനം ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രവർത്തനം നടത്തുന്ന മാർഗങ്ങളെ ഉപകരണങ്ങളോ കാരണകാരക അല്ലെങ്കിൽ പ്രേരണകമായ സാഹചര്യങ്ങളെയും മൂന്നാമത്തെ അഥവാ തൃതീയ സാഹചര്യ അവസാനത്തെയും എടുക്കുന്നു. ഒരു സമ്മാനം മാറ്റാനാവാത്ത വിധം നൽകുമ്പോൾ സ്വീകർത്താവ് സമ്പ്രദാന കാരക അല്ലെങ്കിൽ ദൈനംദിന സാഹചര്യം സ്വീകരിക്കുന്നു. കൂടാതെ ഇത് ചോദ്യത്തിലെ സാഹചര്യ അവസാനം 4ാമത്തേതാണ്, അതായത് ചതുർത്ഥി. എന്തിൻ്റെയെങ്കിലും ഉറവിടമായത് ആപാദക കാരക അല്ലെങ്കിൽ അവയവത്തെ നീക്കം ചെയ്യുന്ന സാഹചര്യത്തെയും 5ാമത്തെ അതായത് പഞ്ചമിയെ സാഹചര്യ അവസാനവും എടുക്കുന്നു. സ്വത്തുക്കളുടെ ഒരു ബന്ധമുണ്ടാവുമ്പോൾ ഉടമ ഷഷ്ടി വിഭക്തി അതായത് 6ാമത്തെ സാഹചര്യ അവസാനം സ്വീകരിക്കുന്നു. പ്രിയരെ, അഗ്നിപുരാണത്തിന്റെ 5ാം ഭാഗം ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് 6ാം ഭാഗവും പര്യവസാന ഭാഗവുമായ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം പ്രിയരെ. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.